മഹാവികാസ് അഘാടി വൻ മുന്നേറ്റം നടത്തുകയാണ്. കോൺഗ്രസും ശിവസേനയും NCPയും ചേർന്നുള്ള മുന്നണിയാണ്. UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായ വികാരം ശക്തമാണ്. ഭരിക്കുന്ന ഈ ഗവൺമെന്റ് തന്നെ ശിവസേനയിൽ നിന്നും NCPയിൽ നിന്നും MLA-മാരെ ചാക്കിട്ട് പിടിച്ചുണ്ടാക്കിയ ഗവൺമെന്റാണ്. അതുകൊണ്ട് തന്നെ ആ ഗവൺമെന്റ് അഴിമതിക്കെതിരായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം വളരെ ശക്തമാണ്. ജനങ്ങൾ വെറുക്കുന്ന ഒരു ഗവൺമെന്റാണിത്. അതേപോലെ തന്നെ കേന്ദ്രത്തിലെ ഗവൺമെന്റിനെതിരായുമുള്ള ശക്തമായ ജനവികാരമുണ്ട്. പ്രത്യേകിച്ച് കർഷകർ, സോയാബീൻ കർഷകര്, കോട്ടൺ കർഷകര് ഉൾപ്പെടെയുള്ള ധാരാളം കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന കർഷകർക്ക് അതിശക്തമായ വിരോധം, കരിമ്പ് കർഷകര്, ഇവർക്കെല്ലാം ശക്തമായ വിരോധം കേന്ദ്ര ഗവൺമെന്റിനോടുണ്ട്. കഴിഞ്ഞ തവണ നമുക്ക് ഒരു സീറ്റേ ഉള്ളായിരുന്നു ലോക്സഭയിൽ. ആ സാഹചര്യം മാറിയിരിക്കുന്നു. അതേസമയം ഉദ്ധവ് താക്കറേക്ക് അതിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നു, NCPക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയുമല്ല, മുന്നണി നിലനിൽക്കാൻ വേണ്ടി കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യാനുണ്ടായത്. നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കാൻ കിട്ടാവുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, ഒരേപോലെ ചിന്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിച്ച് ചേർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് മുന്നണി ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കോൺഗ്രസ് അല്പം കുറഞ്ഞാൽ പോലും വിശാലമായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തത്. മഹാരാഷ്ട്രയിലെ ഷിൻഡെ ഗവൺമെന്റിനെ ജനങ്ങൾ പുറത്താക്കും. അതിന്റെ മുന്നോടിയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. വലിയ മുന്നേറ്റമാണ് എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി എല്ലാ മണ്ഡലങ്ങളിലും വന്ന് പ്രസംഗിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തെക്കാൾ ആൾക്കൂട്ടം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പരിപാടികൾക്കാണ്, ഉദ്ധവ് താക്കറെ പോകുന്ന പരിപാടികൾക്കാണ്. ശരത് പവാർ, ഉദ്ധവ് താക്കറെ, ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്ന യോഗങ്ങൾക്കാണ് വലിയ മുന്നേറ്റമുള്ളത്.